ഇതുപോലെ ചേന പുഴുങ്ങി നോക്കിയിട്ടുണ്ടോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ചേന അതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേന നമ്മൾ കട്ടാക്കി ഇതിൻ്റെ തൊലിയൊക്കെ കളയുമ്പോൾ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൻ്റെ പുറഭാഗത്ത് അതിരുന്നാൽ മതി കേട്ടോ. ഉൾഭാഗത്തായി കഴിഞ്ഞാൽ നമുക്ക് ചൊറിയൂല. പിന്നെ നമുക്കതിലേക്കൊരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാല്ലേ. ഈ കുക്കറിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ച ചേന ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് ഒരു വിസിലിന് നമ്മളത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചും നമ്മളെ വീട്ടിലുള്ള ചേന ആയതുകൊണ്ട് കേട്ടോ അതൊരു വിസിലിന് വേവിച്ചെടുത്തത്. പുറത്തുനിന്നൊക്കെ വാങ്ങുന്നത് നമ്മൾ അതിനനുസരിച്ച് പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വേവിച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കപ്പ പുഴുങ്ങുമ്പോൾ തന്നെ കേട്ടോ അതിലത്തെ വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചമ്മന്തിയും കൂടെ നമുക്ക് റെഡിയാക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമുക്ക് എരിവനുസരിച്ച് പച്ചമുളകും ചേർത്തിട്ട് അതുപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചേന പുഴുങ്ങിയതും ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളകാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇവിടെ അല്ലാത്ത കാരണമാണ് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്കൊരു കട്ടൻ ചായയും കൂടി ആയാലും പൊളിക്കും കേട്ടോ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാമല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിൾ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.